കേസന്വേഷണം തുടങ്ങിയിട്ട് 60 ദിവസം കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്ടോബർ 17 അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് നടപടികളുടെ തുടക്കം. അത് കഴിഞ്ഞിട്ട് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു. അതോടുകൂടി ഏതാണ്ട് അറസ്റ്റുകളെല്ലാം തീർന്നു. ഇതിനിടയ്ക്ക് ബെല്ലാരി രായ ആയിട്ടുള്ള ഗോവർദ്ധൻ അറസ്റ്റിലാകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഇത്രേ വന്നപ്പോൾ നിന്നു. അത് കഴിഞ്ഞപ്പോൾ നിർബന്ധം സഹിക്കവയ്യാതെ കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് സുഖിപ്പിച്ച് ചോദ്യം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ശബരിമലയിലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അല്പകാലം മുമ്പ് മാറ്റിയ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത് അങ്ങ് അവസാനിപ്പിച്ചു, ക്ലോസ് ചെയ്തു. പിന്നിനി ഇല്ല ചോദ്യം എന്നുള്ള മട്ടില്ല. കസ്റ്റഡി ഉണ്ടായില്ല, അറസ്റ്റ് ഉണ്ടായിട്ടില്ല, അതവിടെ അങ്ങനെ അങ്ങ് നിന്നു. ഇത്രയാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ SIT റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുക. ആ റിപ്പോർട്ടിൽ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് 109.23 ഗ്രാം സ്വർണം ഞങ്ങൾ പിടിച്ചെടുത്തു. മഹത്തായ വിജയം. സ്വർണ്ണപ്പാളികളെല്ലാം ശബരിമലയിൽ തന്നെ ഉണ്ട്, ഇൻടാക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മോഷണമൊന്നും പോയിട്ടില്ല, എല്ലാവർക്കും സുഖം, വേറെ വിശേഷമൊന്നും എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിക്കുക. ഇതോടുകൂടി ഇപ്പോൾ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പത്മകുമാറിനും എൻ വാസുവിനും ഒക്കെ ജാമ്യവും ലഭിക്കും. അപ്പോൾ ഈ കേസ് അതിൻ്റെ ഒരു യുക്തിസഹമായിട്ടുള്ള ഉപസംഹാരത്തിലേക്ക്, ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു തലത്തിലേക്ക് എത്തുകയാണ് എന്നാണ് തോന്നുന്നത്. കോടതി ഇക്കാര്യത്തിൽ എന്തു പറയും എന്നുള്ളത് തീർച്ചയായിട്ടും ചോദ്യചിഹ്നമായിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇങ്ങനെ അവസാനിപ്പിക്കാനാണ് SITയുടെ നീക്കം. കാരണം അവരെ കടന്നുഴലുക, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണ്. അതിന് പുറത്തേക്ക് കടക്കാൻ തടസ്സം വൻ മതിൽക്കെട്ടുകളുള്ള ആ കിണർ. അതാണ് നമ്മുടെ സർക്കാർ, ഇടതുപക്ഷ ഗവൺമെൻറ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.